ഹായോ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സെക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, സെക്ഷൻ 13 സെക്ഷൻ 13A, സെക്ഷൻ 13 ആൻഡ് സെക്ഷൻ 13A രണ്ട് വകുപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 13 പറയുന്നുണ്ട് വെൻ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്. അല്ലെ, നമ്മൾ ബൈലോ അമെൻഡ്മെന്റിന്റെ കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ബൈലോ ഭേദഗതി എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത്, അല്ലെ, കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് ഇവിടെ പറയുന്നത്. 13 പറയുന്നുണ്ട് വെൻ അമെൻഡ്മെന്റ് ഓഫ് ബൈലോസ് കെയിം ഇൻ ടു ഫോഴ്സ്, ബൈലോ ഭേദഗതി എപ്പോൾ പ്രാബല്യത്തിൽ വരും. പിന്നെ ഒരു സെക്ഷനോട് പഠിക്കുന്നുണ്ട്. സെക്ഷൻ 13A പറയുന്നുണ്ട് എന്താ പറയുക, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ, അതായത് ഈ ബൈലോയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ബൈലോയിൽ വരുന്നത്, അല്ലെ, അതിന് പറയുന്നുണ്ട് നിയമാവലിയുടെ ഉള്ളടക്കം എന്നാണ് പറയുക. സബ്ജക്ട് മാറ്റർ ഉള്ളടക്കം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്കറിയാം ബൈലോയിലെ കാര്യങ്ങൾ ഒരിക്കലും ആക്ടിനും റൂളിനും വിരുദ്ധമാവാൻ പാടില്ല. ആ കാര്യം നമുക്കറിയാം, അല്ലെ. അപ്പൊ ജസ്റ്റ് അത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 13A സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ. ബൈലോ എന്ന് പറഞ്ഞാൽ ആ നിയമാവലി എന്ന് പറയും കേട്ടോ. നിയമാവലി എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഉപനിബന്ധന എന്നൊക്കെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി റൂൾസ് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് സെക്ഷൻ, വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും, സെക്ഷൻസ് ഒന്ന് പഠിച്ചു പോവാം. ഇവിടെ പറയാണ് സെക്ഷൻ 13 പറയണം വെൻ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പൊ ഇവിടെ പറയാണ് an amendment of the bylaws of a society shall, unless it expressed to come into operation on a particular date, come into force on the date on which it is registered എന്ന് പറയുന്നുണ്ട്. എന്താ ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതായിട്ട്, കാരണം ഒരു ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു സംഘത്തിന്റെ ബൈലോയിൽ വരുത്തുന്ന ഭേദഗതി അത് ഏത് ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ അതിനകത്ത് പറയും, അല്ലെ, കെയിം ഇൻ ടു ഫോഴ്സ് ഇന്ന ദിവസം മുതൽ ഒരു ഡേറ്റ് പറയും. ഒരു ഡേറ്റ് കാണിച്ചിട്ടുണ്ട്, ഇന്ന ഡേറ്റ് മുതലായിരിക്കും ഈ ബൈലോ ഭേദഗതിക്ക് വാലിഡിറ്റി ഉണ്ടാകുക, ഇന്ന ദിവസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ്. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മുതൽ ക്ലിയർ ആക്കുക. അതിൻ്റെ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വാലിഡിറ്റി ഇന്ന ദിവസം മുതൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് മുതലായിരിക്കും ഈ ബൈലോ ഭേദഗതി പ്രാബല്യത്തിൽ വരിക എന്നൊരു ഡേറ്റ് അതിൻ്റെ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതലായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക. ഇനി അങ്ങനെ ഒരു ഡേറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെന്ന് വെച്ചു, അങ്ങനെ ഒരു ഡേറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ ഈ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദിവസം മുതലാണ് ഈ ബൈലോ ഭേദഗതി അല്ലെങ്കിൽ ബൈലോ അമെൻമെന്റ് പ്രാബല്യത്തിൽ വരിക എന്നൊരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ. ഇനി അങ്ങനെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ ഈ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് ആ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം മുതൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതൽ വരും. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതൽ. ഇനി ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ ഈ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതൽ ഓർത്ത് വെച്ചേക്കുക. സാധാരണ ഡേറ്റ് പറയും, അല്ലെ, സാധാരണ പറയും ഇന്ന ദിവസം മുതലായിരിക്കും ഇതിന്റെ പ്രാബല്യത്തിൽ. ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് അല്ല, ഇന്ന ദിവസം മുതലാണ് പ്രാബല്യത്തിൽ നിന്ന് അതിനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതൽ. ഇനിയും പറയുകയാണ് അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ ഈ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. ഓക്കെ, സിമ്പിൾ ആണ്. അതാ പറയുക, an amendment of the bylaw of a society shall, unless it is expressed to come into operation on a particular date. അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുന്നത് came into force on the day on which it is registered. ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ അത് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതൽ, ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതലായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്താണ് 13A, സെക്ഷൻ 13A, സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ. ഒരു ബൈലോയുടെ ഉള്ളടക്കം എന്തായിരിക്കണം? എന്താണ് പറയുക, ഒരു ബൈലോയുടെ ഉള്ളടക്കം എന്തായിരിക്കണം? സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോസ് പറയുന്നുണ്ട്, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ മേക്ക് ഇറ്റ്സ് ബൈലോ consistent with the provision of this act and rule, and no provision in the bylaw of a society shall be contrary to the provision of the act and rule എന്ന് പറയുന്നു. എന്താ പറയുന്നത്, എല്ലാ സംഘങ്ങളും, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാ സംഘങ്ങളും
നിയമാവലി, അതായത് ആ സംഘത്തിന്റെ ബൈലോ എന്ത് ചെയ്തിരിക്കണം, ആക്ടിനും റൂളിലും അല്ലെ, ആക്ടിലെയും റൂളിലെയും വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കണം. പ്രൊവിഷൻ എന്ന് പറയാൻ വ്യവസ്ഥകൾക്കാണ്. അപ്പൊ എല്ലാ സംഘങ്ങളും അവരുടെ ബൈലോ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് അവരുടെ ബൈലോ ആക്ടിനും റൂളിലും പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ്, ആക്ടിലെയും റൂളിലെയും നിയമത്തിലെയും ചട്ടത്തിലെയും വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട് നിൽക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആകുന്നുണ്ടോ അല്ലെ? ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് എന്നാൽ നോ പ്രൊവിഷൻ ഇൻ ദ ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി കോൺട്രാറി ടു ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആർ റൂൾ. ഒരു കാരണവശാലും ബൈലോയിലെ വ്യവസ്ഥകൾ ആക്ടിലെ റൂളിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാവാൻ പാടില്ല. ഓക്കെ, ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. ആക്ടിലും റൂളിലും പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട് വേണം നമ്മുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒരു കാരണവശാലും ആക്ടിനും റൂളിനും വിരുദ്ധമാവാൻ പാടില്ല. എന്ത്? ബൈലോയിലെ ആ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെ, ബൈലോയിലെ വ്യവസ്ഥിതികൾ ഒരിക്കലും ആക്ടിനും റൂളിനും വിരുദ്ധമാവാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിൾ ആണ്. 13 കഴിഞ്ഞു, 13A കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട റൂളുകളാണ്. ഇനി അടുത്ത ദിവസം മുതൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഒരു പോയിന്റ് പോലും വിടാതാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ പ്രോപ്പറായി കണ്ടതിന് ശേഷം പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ ആരെങ്കിലും? ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആക്ട് റൂൾസിൽ നിന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നോ, എത്രത്തോളം ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കുന്നോ, അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ മനസ്സിലാക്കി അങ്ങ് പഠിച്ചു പോയേക്കുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത പുതിയ ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്തേക്കുക. എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്